സ്നേഹമുള്ള സഹോദരങ്ങളെ, ദിവ്യകാരുണ്യനാഥനായ യേശുവിന്റെ സമാധാനവും അനുഗ്രഹവും നിങ്ങളുടെ ജീവിതങ്ങളിൽ പൂർണ്ണതയോടെ നിറഞ്ഞിരിക്കട്ടെയെന്ന് ഞാൻ ഹൃദയത്തിൽ നിന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരുണയാൽ നമുക്ക് വീണ്ടും ഒരു ഞായറാഴ്ച കൂടി അവിടുത്തെ വചനത്തിൽ പങ്കുചേരാനും അത് മനസ്സിൽ ധ്യാനിക്കാനും നമ്മുടെ ദിനചര്യകളെ ആ വചനത്തിന്റെ പ്രകാശത്തിൽ തിരികെ വിലയിരുത്താനും അവസരം ലഭിച്ചിരിക്കുന്നു. ഇന്ന് തിരുസഭ സാധാരണകാലത്തിലെ 26-ാം ഞായറാഴ്ച ആഘോഷിക്കുകയാണ്. ഈ ദിവസത്തേക്ക് സഭ മുന്നിൽ വെക്കുന്ന വായനകൾ ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഭാഗവും തിമോത്തേയോസിന് എഴുതിയ ലേഖനവും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷവും എല്ലാം കൂടി ഒരേ സന്ദേശത്തേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. മറ്റുള്ളവരോടുള്ള നമ്മുടെ മുമ്പിൽ ബുദ്ധിമുട്ടിൽ കഴിയുന്നവരെ കണ്ടാൽ, സഹായം തേടി ആരെങ്കിലും വാതിൽ മുട്ടിയാൽ നമ്മുടെ മനസ്സ് കരുണയോടെ തുറക്കുമോ, അല്ലെങ്കിൽ സ്വാർത്ഥതയുടെ ഇരുട്ടിൽ അടഞ്ഞുപോകുമോ എന്നതാണ് വചനത്തിന്റെ വെല്ലുവിളി. സമ്പത്ത്, സൗകര്യം, അറിവ്, കഴിവ് ഇവയൊക്കെ ചിലപ്പോൾ നമ്മെയും നമ്മുടെ സഹോദരങ്ങളെയും വേർതിരിക്കുന്ന മതിലുകളാകുന്നുണ്ടോ? അവരുടെ വേദനകളെയും ആവശ്യങ്ങളെയും കാണാതെയാക്കുന്ന മറപ്പടികളാകുന്നുണ്ടോ? ഇതാണ് ഇന്നത്തെ ധ്യാനത്തിന്റെ ഹൃദയമിടിപ്പ്. ഇനി നമ്മിൽ ഓരോരുത്തരും തീരുമാനിക്കേണ്ടത്, നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നിടണോ അതോ എന്നേക്കുമായി അടച്ചിടണോ? ഈ ആത്മീയ യാത്രയിൽ ഒരുമിച്ച് നടക്കാൻ നമ്മെല്ലാവർക്കും ധൈര്യം നൽകണമെന്നു പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഒന്നാം വായനയിൽ പ്രവാചകൻ ആമോസ് നമ്മെ ഉണർത്തുന്ന കഠിനമായ വാക്കുകളാണ് കേൾക്കുന്നത്. സിയോനിൽ ആശ്വാസത്തിന്റെയും അനാസ്ഥയുടെയും മൂടുപടയിൽ കഴിയുന്നവർക്ക് കഷ്ടം വരും. പ്രവാചകൻ ചിത്രീകരിക്കുന്ന ആ ആഡംബര ജീവിതം, അലങ്കരിച്ച കിടക്കകൾ, കൊഴുത്ത പശുക്കിടാങ്ങളുടെ മാംസാഹാരം, വമ്പൻ പാത്രങ്ങളിൽ വീഞ്ഞിന്റെ ആഘോഷം, വിലപിടിപ്പുള്ള തൈലങ്ങളിൽ മുഴുകിയ സൗകര്യം സ്വതവേ തെറ്റല്ല. പ്രശ്നം മറ്റൊന്നാണ്. ഇവയെല്ലാം ആസ്വദിക്കുന്നവർ സമൂഹത്തിൽ സംഭവിക്കുന്ന ദുരിതങ്ങളോട് കണ്ണടച്ചിരിക്കുകയാണ്. ജോസഫിന്റെ തകർച്ച എന്ന വാക്കുകൾ പ്രവാചകൻ ഉച്ചരിക്കുമ്പോൾ അതിന്റെ അർത്ഥം വളരെ ആഴമുള്ളതാണ്. സ്വന്തം സഹോദരങ്ങളുടെ വേദന, സ്വന്തം ദേശത്തിന്റെ തകർച്ച, പാവപ്പെട്ടവരുടെ നിലവിളി, അനീതിയുടെ BC 8-ാം നൂറ്റാണ്ടിലെ സാമ്പത്തിക സമൃദ്ധിയുടെ മറവിൽ വളർന്നിരുന്ന ഈ സാമൂഹിക അനീതിയെ ആമോസ് പ്രവാചകൻ കടുത്ത ശബ്ദത്തിൽ വെളിപ്പെടുത്തി. ഇന്നും അതേ ചോദ്യം നമ്മെ തേടിയെത്തുന്നു. നമ്മുടെ സൗകര്യങ്ങളും സമ്പത്തും നമ്മെ മറ്റുള്ളവരുടെ കണ്ണുനീരും കഷ്ടപ്പാടും കാണാതാക്കുന്നുണ്ടോ? സ്നേഹമുള്ളവരെ, ഇന്നത്തെ ലോകവും നമ്മുടേതായ ജീവിതങ്ങളും നോക്കുമ്പോൾ പ്രവാചകൻ ആമോസ് ഉന്നയിച്ച മുന്നറിയിപ്പുകൾ എത്രത്തോളം സത്യമാണ് എന്നു മനസ്സിലാക്കാം. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അറിവും വിവരങ്ങളും വിരൽത്തുമ്പിൽ ലഭ്യമാണ്. മികച്ച വിനോദ സൗകര്യങ്ങൾ വീടുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. സ്വന്തം നേട്ടങ്ങളുടെ ആഘോഷത്തിൽ മുഴുകാനുള്ള അവസരങ്ങൾ ഏറെയുണ്ട്. എന്നാൽ ഇതോടൊപ്പം നമ്മുടെ അയൽവാസിയായ ഒരു വൃദ്ധ അമ്മയുടെ ഏകാന്തത, നമ്മുടെ സ്മാർട്ട് ഫോണുകളുടെയും സോഷ്യൽ മീഡിയയുടെയും തിളക്കത്തിൽ ജോസഫിന്റെ തകർച്ചകൾ മറഞ്ഞുപോകുന്നില്ലേ? പ്രവാചകന്റെ കാലത്ത് ആഡംബരത്തിൽ ജീവിച്ചവർ അവസാനം പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. അവരുടെ സുഖലോലുപത അവസാനിച്ചു. അത് ചരിത്രത്തിലെ ഒരു സംഭവം മാത്രമല്ല, ദൈവത്തിന്റെ നിയമത്തിന്റെ തെളിവുമാണ്. അനീതിയോട് കണ്ണടയ്ക്കുന്ന ജീവിതത്തിന് ദൈവം ശാശ്വതമായ സമാധാനം നൽകുകയില്ല. കാരണം അവിടുന്ന് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരുടെ ദൈവമാണ്. സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അവിടുന്ന് വിശക്കുന്നവർക്കു ആഹാരം തരുന്നു, പീഡിതർക്ക് നീതി നൽകുന്നു, ബന്ധിതരെ മോചിപ്പിക്കുന്നു. അതിനാൽ ഇന്നത്തെ ഒന്നാം വായന നമ്മെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചോദിക്കാൻ നിർബന്ധിതരാക്കുന്നു. എന്റെ സുഖങ്ങളും നേട്ടങ്ങളും മറ്റ് പ്രിയ സഹോദരങ്ങളെ, ആമോസ് പ്രവാചകൻ മുന്നറിയിപ്പായി വരച്ചുകാട്ടിയ അനാസ്ഥയുടെ ചിത്രം
ഏറ്റവും ശക്തമായി നമ്മെ ഹൃനരിപ്പിക്കുന്നതു ഇന്നത്തെ സുവിശേഷത്തിലൂടെയാണ്. ധനവാന്റെയും ലാസറിന്റെയും കഥയിലൂടെ. യേശു പറഞ്ഞ ഈ ഉപമ ജീവിതത്തിലെ നമ്മുടെ തീരുമാനങ്ങളും സമീപനങ്ങളും എത്രത്തോളം നിത്യജീവിതത്തെ ബാധിക്കുന്നു എന്ന സത്യം തുറന്നു കാണിക്കുന്നു. ധനികൻ ദിവസവും ആഡംബരത്തിലാഴ്ന്നു ജീവിക്കുമ്പോൾ അവന്റെ വാതിൽക്കൽ വ്രണങ്ങളാൽ മൂടപ്പെട്ട ലാസർ വിശപ്പോടെ കിടന്നിരുന്നു. നായ്ക്കൾ മാത്രമാണ് അവനെ സമീപിച്ചത്. ഒടുവിൽ ഇരുവരും മരിച്ചപ്പോൾ ലാസർ അബ്രഹാത്തിന്റെ മടിയിൽ ആശ്വാസം കണ്ടെത്തി. ധനികൻ വേദനയുടെ തീയിൽ അലഞ്ഞു. അവന്റെ അപേക്ഷകളൊന്നും ഫലിച്ചില്ല. കാരണം ഭൂമിയിലെ ജീവിതത്തിൽ അവൻ സ്വന്തത്തിനായി മാത്രം ജീവിക്കുകയും. സ്നേഹമുള്ളവരെ, ധനവാന്റെയും ലാസറിന്റെയും ഉപമ നമ്മെ പലപ്പോഴും കേൾക്കുന്നൊരു കഥയായിരിക്കാം. പക്ഷേ അതിന്റെ ആത്മസാരം നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. ധനികൻ ഒരിക്കലും ലാസറിനെ ഉപദ്രവിച്ചോ അവനെ അടിച്ചോടിച്ചോ ചെയ്തിട്ടില്ല. അവൻ കൊള്ളക്കാരനോ കൊലയാളിയോ ആയിരുന്നില്ല. എന്നാൽ അവന്റെ വലിയ പാപം ഒന്നും ചെയ്തില്ല എന്നതാണ്. അവന്റെ വാതിൽക്കൽ വേദനിച്ചു കിടന്ന സഹോദരനെ അവൻ കണ്ടില്ല, കാണാതെയാക്കി. അതുതന്നെയാണ് അലംഭാവത്തിന്റെ, അവഗണനയുടെ പാപം. ഈ കഥയെ നാം 3 തലങ്ങളിൽ ചിന്തിക്കാം. ആദ്യം, പേരില്ലാത്ത ധനികനും പേരുള്ള ദരിദ്രനും. യേശുവിന്റെ ഉപമകളിൽ ഒരു വ്യക്തിക്ക് പേര് നൽകിയത് ലാസറിനെയാണ്. അതിന്റെ അർത്ഥം ദൈവം സഹായിക്കുന്നു എന്നാണ്. ലോകം അവനെ തള്ളിപ്പറഞ്ഞിട്ടും ദൈവം അവനെ അറിയുകയും പക്ഷേ ധനികൻ, അവന്റെ തിരിച്ചറിവ് വസ്ത്രത്തിലും ഭക്ഷണത്തിലും സമ്പത്തിലും മാത്രം ഒതുങ്ങി. ദൈവത്തിന്റെ മുന്നിൽ അവൻ ശൂന്യനായി. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഇതേ ചോദ്യമുയരുന്നു. ജോലിയുടെയോ പദവിയുടെയോ വസ്തുവകകളുടെയോ പേരിൽ അറിയപ്പെടണമെങ്കിൽ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയത്തിന്റെ പേരിൽ അറിയപ്പെടണമോ? രണ്ടാമതായി, പടിവാതിലും ഗർത്തവും. ധനികന്റെ വീടിന്റെ വാതിൽ അവനെ ലാസറിൽ നിന്ന് വേർതിരിച്ചു. ദിവസവും ആ വാതിലിലൂടെ കടന്നുപോയപ്പോൾ അവൻ ലാസറിനെ കണ്ടിട്ടും കണ്ടില്ലെന്നു നടിച്ചു. ആ വാതിൽ അവന്റെ ഹൃദയം അടഞ്ഞുപോയതിന്റെ പ്രതീകമായി. പിന്നീട് മിഥ്യത്തിൽ അവനെ വേർതിരിച്ച ഗർത്തം ആ അടഞ്ഞ വാതിലിന്റെ ദീർഘകാല ഫലമായിത്തീർന്നു. സ്നേഹമുള്ളവരെ, മരണശേഷം ധനികന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ജീവിതത്തിൽ അവൻ സൃഷ്ടിച്ച അകലം തന്നെയായിരുന്നു. പടിവാതിലിന്റെ സ്ഥാനത്ത് ഇപ്പോൾ മുറിച്ചുകടക്കാൻ കഴിയാത്ത ഒരു വലിയ ഗർത്തം. ഇത് ദൈവത്തിന്റെ ശിക്ഷയല്ല, മറിച്ച് ഭൂമിയിലെടുത്ത നമ്മുടെ തീരുമാനങ്ങളുടെ അനന്തരഫലം. സ്നേഹത്തിന്റെ പാലങ്ങൾ പണിയാതെ ജീവിച്ചവർക്ക് അവസാനം കിട്ടുന്നത് വേർതിരിവിന്റെ ആഴമായിരിക്കും. നമ്മുടെ ജീവിതത്തിലും പലതരത്തിലുള്ള പടിവാതിലുകളുണ്ടല്ലോ. മുൻവിധികളും വ്യത്യാസങ്ങളും. അവർ വേറെ ജാതിക്കാരാണ്. അവർ എന്റെ നിലവാരത്തിലല്ല. അവൻ ഒരിക്കലും എനിക്ക് സഹായം ചെയ്തിട്ടില്ല. ഇങ്ങനെ ഹൃദയമടയ്ക്കുന്ന വാതിലുകൾ. തിരക്കുകൾക്കും സ്വാർത്ഥതയ്ക്കും പേരിൽ മറ്റൊരാളുടെ കണ്ണുനീർ കാണാതെ പോകുമ്പോഴും നമ്മൾ ഒരു ദിവസം ഓഫീസിലെ ഒരു പ്യൂൺ തന്റെ മകളുടെ ഗുരുതര രോഗത്തെക്കുറിച്ച് സഹായം തേടി വന്നപ്പോൾ ജോൺ പറഞ്ഞു, "നാളെ വരൂ, ഇപ്പോൾ മീറ്റിംഗ് ഉണ്ട്." ആ നാളെ ഒരിക്കലും വന്നില്ല. ആ പെൺകുട്ടി മരിച്ചു. വാർത്ത അറിഞ്ഞപ്പോൾ ജോൺ പൊട്ടിത്തെറിച്ചു കരഞ്ഞു. ഒരു ചെറിയ സഹായം ചെയ്തിരുന്നെങ്കിൽ. തിരക്കിന്റെ വാതിൽ അവന്റെ മുന്നിൽ ഒരു ജീവൻ അടച്ചു. നമുക്കിത്തരം കുറ്റബോധം ഒഴിവാക്കാൻ ജാഗ്രത വേണം. ഇനി മൂന്നാമത്തെ ചിന്ത, മോശയും പ്രവാചകന്മാരും. നരകത്തിൽ പീഡയിൽ കഴിയുന്ന ധനികൻ സഹോദരങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറ്റുള്ളവരെ ഓർത്തിട്ടില്ലാത്ത അവൻ ഇപ്പോൾ വൈകിപ്പോയ സമയത്ത് അവരെപ്പറ്റി ചിന്തിക്കുന്നു. മരിച്ചവരിൽ നിന്നൊരാൾ ചെന്നാൽ അവർ തിരിഞ്ഞുവരും എന്നു കരുതുന്നു. പക്ഷേ യാഥാർത്ഥ്യം സ്നേഹമുള്ളവരെ, ധനവാന്റെ അപേക്ഷകൾക്ക് അബ്രഹാത്തിന്റെ മറുപടി വളരെ വ്യക്തമായിരുന്നു. അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ട്, അവരുടെ വാക്കുകൾ കേട്ടാൽ മതി. ഇതിന്റെ അർത്ഥം
ദൈവം നമ്മെ എങ്ങനെ ജീവിക്കണമെന്ന് ഇതിനകം തന്നെ വ്യക്തമായി പഠിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. തിരുവചനത്തിലൂടെയും കൽപ്പനകളിലൂടെയും സഭയുടെ പ്രബോധനങ്ങളിലൂടെയും ദൈവം നിരന്തരം നമ്മോട് സംസാരിക്കുന്നു. അതിനാൽ നമ്മുടെ മുന്നിൽ വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലാസറുണ്ടെങ്കിൽ അവനെ സഹായിക്കാനായി സ്വർഗത്തിൽ നിന്ന് ഒരു അത്ഭുതം വരേണ്ട ആവശ്യമില്ല. നമ്മുടേതായ ഹൃദയം തുറക്കുകയെന്നതുമാത്രമാണ് വേണ്ടത്. കരുണ കാണിക്കാനും സ്നേഹിക്കാനും പങ്കുവെക്കാനും വലിയ അടയാളങ്ങളോ അത്ഭുതങ്ങളോ വേണ്ട. സഹോദരന്റെ ആവശ്യമാണ് ഏറ്റവും വലിയ അടയാളം. ഹൃദയം ആമോസ് പ്രവാചകൻ പറഞ്ഞ്, ജോസഫിന്റെ തകർച്ചയിൽ ദുഃഖിക്കാത്തവരും സുവിശേഷത്തിലെ ലാസറിനെ കാണാതെ പോയ ധനവാനും ഒരേ പാപത്തിന്റെ രണ്ടു മുഖങ്ങളാണ്. അലംഭാവത്തിന്റെ പാപം, മറ്റുള്ളവരുടെ വേദനകളോട് പ്രതികരിക്കാതെ സ്വന്തമായ ലോകത്തിനുള്ളിൽ അടഞ്ഞുകിടക്കുന്ന മനോഭാവം. ധനികൻ ശിക്ഷിക്കപ്പെട്ടത് അവൻ ധനികനായതിനല്ല, തന്റെ സമ്പത്ത് പങ്കുവെക്കാതെ മറന്നതിനാലാണ്. ദാരിദ്ര്യം ഒരിക്കലും പുണ്യമല്ല, സമ്പത്ത് ഒരിക്കലും പാപമല്ല. നമ്മുടെ ആരോഗ്യവും സമയവും കഴിവുകളും സമ്പത്തും മറ്റുള്ളവർക്കുവേണ്ടി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് ദൈവം നോക്കുന്നത്. വിശുദ്ധ പൗലോസ് രണ്ടാമത്തെ വായനയിൽ തിമോത്തേയോസിനോട് പറഞ്ഞതുപോലെ നാം പിന്തുടരേണ്ടത് നീതി, വിശ്വാസം, ദൈവഭക്തി, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയാണ്. ഭൂമിയിലെ താൽക്കാലിക സ്നേഹിതരെ, ലാസർ എന്നും പറയുന്നവൻ ഒരാൾ മാത്രമല്ല. അവൻ നമ്മുടെ സ്വന്തം വീടിനുള്ളിലും ഉണ്ടാകാം. സ്നേഹവും ശ്രദ്ധയും ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ, ജീവിത പങ്കാളി അല്ലെങ്കിൽ മക്കൾ, അയൽവാസിയിലെ രോഗിയാകാം, ജോലിസ്ഥലത്ത് ഒറ്റപ്പെടുന്ന സഹപ്രവർത്തകനാകാം, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സുഹൃത്താകാം, അല്ലെങ്കിൽ നമ്മൾ ദിവസവും കാണുന്നെങ്കിലും ഒരിക്കലും ശ്രദ്ധിക്കാത്ത അനവധി മുഖങ്ങളിൽ ഒരാളാകാം. അതിനാൽ ഈ ആഴ്ച നമുക്ക് ഒരു തീരുമാനമെടുക്കാം. കണ്ണുകൾ തുറക്കുക. നമ്മുടെ വാതിലിന് പുറത്തേക്ക് നോക്കുക. ഒരാളുടെ വേദന തിരിച്ചറിയുക. അവരുടെ പേരറിയുക. അവരുടെ കഥ കേൾക്കുക. നമ്മാൽ കഴിയുന്നത്ര ചെറുതായാലും ഒരു സഹായം ചെയ്യുക. അത് സാമ്പത്തികമാകാം, പ്രോത്സാഹിപ്പിക്കുന്നൊരു വാക്കാകാം, അല്ലെങ്കിൽ ഒന്ന് സമയം. ഇനി നമ്മുടെ കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂട്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ സ്വർഗീയ പിതാവേ, ലാസറിന്റെയും ധനവാന്റെയും ഉപമയിലൂടെ ഞങ്ങളുടെ ഹൃദയത്തോട് നേരിട്ട് സംസാരിച്ചതിനായി നന്ദി പറയുന്നു. പലപ്പോഴും സ്വാർത്ഥതയിലും അലംഭാവത്തിലും മുങ്ങി പടിവാതിലിനപ്പുറത്തുള്ള ലാസറെ കാണാതെ പോയതിന് ക്ഷമ ചോദിക്കുന്നു. കർത്താവായ ഈശോയെ, അങ്ങയുടെ കണ്ണുകളാൽ ലോകത്തെ കാണാനും വേദനിക്കുന്നവരിൽ അങ്ങയുടെ മുഖം തിരിച്ചറിയാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ സമയവും കഴിവും സമ്പത്തും സ്നേഹത്തിന്റെ പാലങ്ങൾ പണിയാനുപയോഗിക്കാൻ ശക്തരാക്കണമേ. രോഗികൾക്ക് സൗഖ്യം, ദരിദ്രർക്ക് സഹായം, കുടുംബങ്ങൾക്ക് സമാധാനം, ഏകാന്തർക്ക് കൂട്ടായ്മ, അല്ല, അവർക്കെല്ലാം അങ്ങയുടെ അനുഗ്രഹം ലഭിക്കട്ടെ.